നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രാജ്യത്തിൻ്റെ ഊർജ്ജ മേഖലയിലും സാമ്പത്തിക രംഗത്തും വലിയൊരു വിപ്ലവത്തിന് തിരിതെളിക്കുന്ന ഏറ്റവും പുതിയതും നിർണായകവുമായ ചില വിവരങ്ങളാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ത്യ പഴയ ഇന്ത്യയല്ല. ഇതൊക്കെ വെറും സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ്. വരും ദിവസങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്ന വിസ്മയങ്ങൾ വേറെ ലെവലായിരിക്കും. ലോകരാജ്യങ്ങൾ പോലും അതിശയത്തോടെ നോക്കിക്കാണുന്ന രീതിയിൽ ഇന്ത്യയുടെ ഓരോ ചുവടുവെപ്പും ഇപ്പോൾ അതിവേഗം മുന്നോട്ട് കുതിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഊർജ്ജ മേഖലയിൽ മോദി സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കാൻ പോകുന്ന ചരിത്രപരമായ ആ വിപ്ലവം. വിദേശ രാജ്യങ്ങളെ എണ്ണയ്ക്കായി അടിമ പോലെ ആശ്രയിക്കുന്നത് പൂർണ്ണമായും അവസാനിപ്പിക്കാനും രാജ്യത്തിൻ്റെ ഊർജ്ജ പ്രതിസന്ധിക്ക് എന്നേക്കുമായി ശാശ്വത പരിഹാരം കാണാനുമായി കേന്ദ്രം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഞെട്ടിക്കുന്ന കണക്കിലുള്ള 84,084 കോടി രൂപയുടെ ബൃഹത്തായ ഒരു പദ്ധതിയാണ്. സമുദ്ര മഥനം എന്ന് പേരിട്ടിരിക്കുന്ന ഈ വിപ്ലവകരമായ പദ്ധതിയിലൂടെ ആഴക്കടലിലെ എണ്ണ, പ്രകൃതിവാതക നിക്ഷേപങ്ങൾ വൻതോതിൽ പുറത്തെടുക്കാനാണ് നമ്മുടെ രാജ്യം ഇപ്പോൾ ഒരുങ്ങുന്നത്. ഈ പദ്ധതിയിലൂടെ രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷ പുതിയൊരു തലത്തിലേക്ക് തന്നെ ഉയർത്തപ്പെടുമെന്നത് ഉറപ്പാണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിന്റെ ആകെ ഊർജ്ജ ആവശ്യങ്ങളുടെ ഏകദേശം 85% നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിലിനെ മാത്രമാണ് ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നത്. ഇത് നമ്മുടെ രാജ്യത്തിന്റെ വിദേശ നാണ്യ ശേഖരത്തിന് ഉണ്ടാക്കുന്ന ഭാരം ചില്ലറയല്ല. അന്താരാഷ്ട്ര തലത്തിൽ എവിടെയെങ്കിലും ചെറിയൊരു സംഘർഷമോ ഇന്ധന വിലക്കയറ്റമോ ഉണ്ടായാൽ അതിൻ്റെ കനത്ത ആഘാതം വന്ന് പതിക്കുന്നത് സാധാരണക്കാരായ നമ്മുടെ കീശയിലാണ്. ഈ ഒരു വലിയ പ്രതിസന്ധിക്ക് അറുതി വരുത്താനാണ് മോദി സർക്കാർ ഇപ്പോൾ ഈ ചരിത്രപരമായ നീക്കം നടത്തിയിരിക്കുന്നത്. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളായ ONGCയുടെയും ഓയിൽ ഇന്ത്യ ലിമിറ്റഡിൻ്റെയും നേരിട്ടുള്ള നേതൃത്വത്തിലായിരിക്കും ഈ കൂറ്റൻ പദ്ധതി യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ തീരദേശ മേഖലകളിലും ആഴക്കടൽ തട്ടുകളിലുമൊക്കെ വരും വർഷങ്ങളിൽ നടക്കാൻ പോകുന്ന പര്യവേക്ഷണ പ്രവർത്തനങ്ങൾ കേവലം എണ്ണ കണ്ടെത്തൽ മാത്രമല്ല, മറിച്ച് ഇന്ത്യയുടെ ഭാവിയെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന സാമ്പത്തിക കുതിച്ചുചാട്ടമാണ്. നമ്മുടെ കടൽ തീരങ്ങളിലെയും എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണുകളിലെയും അന്തർലീനമായ സമ്പത്ത് പൂർണ്ണമായും ഉപയോഗപ്പെടുത്താൻ ഈ പദ്ധതിയോടെ സാധിക്കും. അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ ഡീപ്പ് വാട്ടർ, അൾട്രാ ഡീപ്പ് വാട്ടർ മേഖലകളിൽ എണ്ണക്കിണറുകൾ കുഴിക്കുന്നതിനുള്ള വിദേശ സാങ്കേതിക പങ്കാളിത്തവും സർക്കാർ ഇതിനോടകം ഉറപ്പാക്കി കഴിഞ്ഞു. ഈ പദ്ധതി പൂർണ്ണ തോതിൽ പ്രവർത്തനക്ഷമമാകുന്നതോടെ ഇന്ത്യയുടെ ഊർജ്ജ സ്വയം പര്യാപ്തത ഉറപ്പാക്കാൻ കഴിയുക മാത്രമല്ല ചെയ്യുന്നത്, മറിച്ച് രാജ്യത്തിന്റെ വ്യാപാര കമ്മി വലിയ അളവിൽ കുറയ്ക്കാനും ഇതുവഴി സാധിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ ഒന്നടങ്കം വിലയിരുത്തുന്നത്. ആഗോളതലത്തിൽ ഇന്ധന വിലയിൽ ഉണ്ടാകുന്ന ഏത് വലിയ വ്യതിയാനങ്ങളും നമ്മുടെ വിപണിയെ ബാധിക്കാതിരിക്കാൻ ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്നത് മാത്രമാണ് ഏക പോംവഴി. അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഇന്ത്യയുടെ ഇന്ധന ഇറക്കുമതി ആശ്രിതത്വം വലിയ തോതിൽ വെട്ടിക്കുറയ്ക്കാനും നമ്മുടെ യുവജനങ്ങൾക്ക് പുതിയ ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സാങ്കേതിക രംഗത്ത് ലോകത്തിന് തന്നെ മാതൃകയാകുന്ന ഒരു വൻ കുതിച്ചുചാട്ടം നടത്താനും ഈ തന്ത്രപ്രധാന പദ്ധതിയിലൂടെ കേന്ദ്ര സർക്കാർ സാധ്യമാക്കുകയാണ്. ഈ പദ്ധതിയുടെ വ്യാപ്തിയും പ്രാധാന്യവും മനസ്സിലാക്കുമ്പോൾ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ വരാൻ പോകുന്ന ദശകങ്ങളിൽ എത്രത്തോളം കരുത്തുറ്റതായിരിക്കുമെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. ഇന്ധന മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്നത് ഒരു രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും വളർച്ചയ്ക്കും എത്രമാത്രം അത്യന്താപേക്ഷിതമാണെന്ന് ലോകചരിത്രം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. വൻകിട വിദേശ ശക്തികളുടെ ഇന്ധന നയങ്ങളുടെയും കയറ്റുമതി നിയന്ത്രണങ്ങളുടെയും മുന്നിൽ കൈകൂപ്പിപ്പിടിച്ച് നിൽക്കേണ്ടി വരുന്ന അവസ്ഥയിൽ നിന്ന് ഇന്ത്യയെ പൂർണ്ണമായും മോചിപ്പിക്കാൻ സമുദ്ര മഥനം സഹായിക്കും. സമുദ്രത്തിനിടയിലെ ഈ അമൂല്യ നിധികളെ കണ്ടെത്താൻ ശാസ്ത്രീയമായ ഒട്ടനവധി പഠനങ്ങളാണ് വിദഗ്ധർ ഇതിനോടകം പൂർത്തിയാക്കിയിട്ടുള്ളത്. അത്യാധുനിക സോണാർ സംവിധാനങ്ങളും ആഴക്കടൽ ഡ്രില്ലിംഗ് റിഗുകളും ഉപയോഗിച്ച് നടത്തുന്ന ഈ പര്യവേക്ഷണങ്ങൾ ഇന്ത്യൻ എഞ്ചിനീയറിംഗ് മികവിൻ്റെയും സാങ്കേതിക വളർച്ചയുടെയും പുതിയ മുഖം കൂടിയാണ് ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചാ നിരക്ക് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരം പദ്ധതികൾ നിക്ഷേപകരുടെ ആത്മവിശ്വാസം ഇരട്ടിയാക്കാൻ സഹായിക്കുന്നു. ആഭ്യന്തരമായി ഉൽപാദനം വർദ്ധിപ്പിക്കുമ്പോൾ ഇന്ധന വിലയിലുണ്ടാകുന്ന സ്ഥിരത രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങൾക്കും വ്യവസായ മേഖലയ്ക്കും ഒരുപോലെ വലിയ ആശ്വാസമായി മാറും.
കാർഷിക, വ്യാവസായിക, ഗതാഗത മേഖലകളെല്ലാം ഇന്ധനവിലയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയുന്നത് പണപ്പെരുപ്പം പിടിച്ചു നിർത്താനും പൗരന്മാരുടെ ജീവിത നിലവാരം ഉയർത്താനും വളരെയധികം സഹായിക്കുന്നു. വികസിത ഭാരതം എന്ന നമ്മുടെ വലിയ സ്വപ്നത്തിലേക്ക് രാജ്യം ഓരോ ദിവസവും കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നതിൻ്റെ ഏറ്റവും മികച്ച തെളിവ് കൂടിയാണിത്. ഈ സാമ്പത്തിക കുതിപ്പ് രാജ്യത്തിൻ്റെ ഓരോ കോണിലും അതിൻ്റെ ഗുണഫലങ്ങൾ എത്തിക്കുമെന്നതിൽ സംശയമില്ല. ഇത്തരം ബൃഹത്തായ പദ്ധതികൾ യാഥാർത്ഥ്യമാകുന്നതിലൂടെ നമ്മുടെ രാജ്യത്തിൻ്റെ ശാസ്ത്ര സാങ്കേതിക രംഗവും വലിയ രീതിയിൽ വളർച്ച പ്രാപിക്കുന്നു. ആഴക്കടൽ പര്യവേക്ഷണങ്ങൾക്കായി ലോക നിലവാരത്തിലുള്ള സാങ്കേതിക വിദ്യകളും യന്ത്ര സാമഗ്രികളും നമ്മുടെ സ്വന്തം മണ്ണിൽ നിർമ്മിക്കപ്പെടാനും അതുവഴി രാജ്യത്തിനകത്ത് പുതിയ വ്യവസായ സംരംഭങ്ങൾ രൂപപ്പെടാനും ഈ പദ്ധതി വഴിയൊരുക്കും. വിദേശ കമ്പനികളെ മാത്രം ആശ്രയിച്ചിരുന്ന മുൻകാല അവസ്ഥകളിൽ നിന്നൊക്കെ മാറി നമ്മുടെ സ്വന്തം എഞ്ചിനീയർമാരും ശാസ്ത്രജ്ഞന്മാരും ഈ മേഖലയുടെ നേതൃസ്ഥാനത്തേക്ക് വരുമ്പോൾ അത് രാജ്യത്തിന് തന്നെ അഭിമാനകരമായ നേട്ടമായി മാറും. കടലിന്റെ അടിത്തട്ടിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ സുവർണാവസരങ്ങൾ രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ പുതിയൊരു തലത്തിലേക്ക് ഉയർത്തുമെന്നതിൽ യാതൊരു സംശയവുമില്ല. കൂടാതെ രാജ്യത്തിന്റെ വിവിധ തീരപ്രദേശങ്ങളിൽ ഈ പദ്ധതിയുടെ ഭാഗമായി വലിയ തോതിലുള്ള അടിസ്ഥാന സൗകര്യ വികസനങ്ങളാണ് നടപ്പിലാക്കാൻ പോകുന്നത്. തുറമുഖങ്ങളുടെ നവീകരണവും വലിയ കപ്പലുകൾ അടുക്കാനുള്ള സൗകര്യങ്ങളും അത്യാധുനിക സംഭരണ കേന്ദ്രങ്ങളുമൊക്കെ ഈ പദ്ധതിയുടെ ഭാഗമായി ഉയർന്നു വരും. ഇത് പ്രാദേശിക തലത്തിൽ ആയിരക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും കാരണമാകും. അസംസ്കൃത എണ്ണയുടെ പര്യവേക്ഷണം മുതൽ അത് ശുദ്ധീകരിച്ച് വിപണിയിൽ എത്തിക്കുന്നത് വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും നമ്മുടെ തദ്ദേശീയമായ ശേഷി പൂർണ്ണമായും ഉപയോഗപ്പെടുത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇത് കേവലം ഒരു സാമ്പത്തിക നിക്ഷേപം മാത്രമല്ല, മറിച്ച് രാജ്യത്തിന്റെ സ്വയം പര്യാപ്തതയ്ക്കുള്ള ശക്തമായ ചുവടുവയ്പ്പാണ്. ചരിത്രപരമായി നോക്കിയാൽ നമ്മുടെ രാജ്യത്തിന്റെ വിദേശ നാണ്യ ശേഖരത്തിന്റെ വലിയൊരു ഭാഗം ചോർന്നു പോകുന്നത് ഇന്ധന ഇറക്കുമതിയിലൂടെയാണ്. ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിൽ ഉണ്ടാകുന്ന ചെറിയൊരു ചാഞ്ചാട്ടം പോലും നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ ബാധിക്കാറുണ്ട്. ആ ഒരു വലിയ ആശങ്കയ്ക്ക് സ്ഥിരമായ ഒരു പരിഹാരം കാണുക എന്നതാണ് ഈ ബൃഹത്തായ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. സ്വന്തം കടലിൽ നിന്ന് എണ്ണയും വാതകവും കണ്ടെത്തി ഉപയോഗപ്പെടുത്താൻ കഴിയുമ്പോൾ അന്താരാഷ്ട്ര വിപണിയിലെ സമ്മർദ്ദങ്ങളിൽ നിന്ന് നമ്മൾ സ്വതന്ത്രരാകും. ഇത് നമ്മുടെ രാജ്യത്തിന്റെ വിദേശ നയങ്ങളിലും സ്വതന്ത്രമായ നിലപാടുകൾ എടുക്കാനുള്ള ശേഷിയിലും വലിയ സ്വാധീനം ചെലുത്തുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ഈ വലിയ കുതിപ്പുകൾ നൽകുന്ന ആത്മവിശ്വാസം ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന ഒന്നാണ്. വരും തലമുറയ്ക്കായി ശക്തവും സുരക്ഷിതവുമായ ഒരു സാമ്പത്തിക അടിത്തറ പണിയുന്ന ഈ ചരിത്രപരമായ നീക്കത്തെ നമുക്ക് പിന്തുണയ്ക്കാം. രാജ്യത്തിന്റെ ഓരോ മുന്നേറ്റവും നമ്മുടെ ഓരോരുത്തരുടെയും പുരോഗതിയോട് നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ ബൃഹത്തായ പദ്ധതിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും ചിന്തകളും താഴെ കമന്റ് ചെയ്യുക. പുതിയൊരു വിശേഷവുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.